വേറെ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും. കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ ഭാര്യയോട് ഇങ്ങനെ തർക്കിക്കുന്ന ഒരാളാണ്, എപ്പോഴും പടിപിടി കൂടുന്ന ഒരാളാണ്, സന്തോഷം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സ്നേഹം വർദ്ധിക്കാൻ ഒരു ഒറ്റമൂലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭാര്യയോട് സ്നേഹം വർദ്ധിക്കുവാനും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം വർദ്ധിക്കാൻ, മക്കൾക്ക് ഉപ്പമാരോടും ഉപ്പമാർക്ക് മക്കളോടും, ചങ്ങാതിമാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഒരു ഐഡിയ. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരട്ടെ. പറയൂ നബിയേ. ഉസ്താദേ വേഗം പറയും. ഞാൻ എത്ര കാലമായി എന്റെ ബാക്കിൽ നടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. വേഗം പറഞ്ഞേക്ക്, ഞാൻ നോക്കട്ടെ പറ്റുമോ. ട്രൈ ചെയ്ത് നോക്കില്ല. ഇദാ ഫഅൽതുമൂഹു തഹാബതും. ഇത് ചെയ്താൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. ബലാ യാ റസൂലല്ലാഹ്. പറയണേ നബിയേ. പറയാൻ തുടങ്ങി, അഫ്ശു സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ സലാം പറയണേ. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ് ഭാര്യയോട് സലാം പറയും. സലാമു അലൈക്കും വഅലൈക്കും സലാം. ഉപ്പയോട് സലാം പറയും, ഉമ്മയോട് സലാം പറയും, മക്കളോട് സലാം പറയും, ചങ്ങാതിമാരോട് സലാം പറയും. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് പറഞ്ഞതാരാ? ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് അല്ലാഹു പറയാൻ പറഞ്ഞ വാക്കാണ്. ഇത് തങ്ങൾ സ്വന്തമായി പറഞ്ഞതല്ല, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബ് ശ്രേഷ്ഠ പ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു സ്നേഹം വർദ്ധിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു മാർഗം നമ്മൾക്ക് പറഞ്ഞു തന്നു. അൻഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളായ 20 പേരോട് ഒരാൾ സലാം പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, മുസ്ലിമീങ്ങളായ 20 പേരോട് ഒരാൾ സലാം പറഞ്ഞാൽ, രാവിലെ സുബഹി മുതൽ ഉറങ്ങുന്നത് വരെ ഒരു 20 പേരോട് ഒരാൾ സലാം പറഞ്ഞാൽ, ജമാഅതൻ ഔ ഫുറാദാ, ഒറ്റയ്ക്ക് ഓരോ കാണുന്ന ആളുകളോട് അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം, അടുത്ത ആളുകൾ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം, അങ്ങനെ 20 പേരോട് ഒരാൾ സലാം പറഞ്ഞു. അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നു, അപ്പുണ്ട് അവിടെ ഒരു 10 പേരിരിക്കുന്നത്, അസ്സലാമു അലൈക്കും, അവരെല്ലാവർക്കും സലാം അലൈക്കും വഅലൈക്കും സലാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ടൗണിൽ പോയി, അവിടെയുണ്ട് ഒരു 10 ആള്, അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം. അങ്ങനെ 20 പേരോട് ഒരാൾ സലാം പറഞ്ഞാൽ, ജമാഅതൻ ഔ ഫുറാദാ, ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഇന്നങ്ങനെ 20 പേരോട് സലാം പറഞ്ഞു ഉറപ്പുള്ള ആളുകൾ നമുക്ക് പോകാൻ പറ്റും. ഞാൻ 20 പേരോട് സലാം പറഞ്ഞിട്ടുണ്ട്. എവിടെ ആരില്ല, ആരില്ലേ? ഒരാൾ പോലില്ലല്ലോ പക്ഷേ. പിന്നെ ഇവിടെ സ്നേഹം ഉണ്ടാകും? പിന്നെ എങ്ങനെ ഈ സ്നേഹം ഉണ്ടാകും? വെറുതെയല്ല നമ്മൾ പാരവെച്ച് നടക്കുന്നത്, വെറുതെയല്ല വിദ്വേഷം വെച്ച് നടക്കുന്നത്, പകവെച്ച് നടക്കുന്നത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ഇന്ന സലാമ ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്. സലാം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നാമത്തിൽ നിന്നുള്ള ഒരു നാമമാണ്. വലഅഹു ഫിൽ അർളി. അല്ലാഹു ആ 99 നാമങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഒരു നാമത്തെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് അല്ലാഹു അയച്ചു തന്നു. നിങ്ങൾ അതുകൊണ്ട് ആ ഒരു നാമത്തെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സലാം പറഞ്ഞാൽ ജമാഅതൻ ഔ ഫുറാദാ, കൂട്ടമായി അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് 20 പേരോട് സലാം പറഞ്ഞാൽ, ثم مات من يومه, ആ ദിവസം അയാൾ മരിക്കുകയും ചെയ്താൽ, വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കേരളത്തിൽ സ്വർഗമുണ്ട്, അവിടെ പോയിനോ? ആദ്യം കേരളത്തിലുള്ള സ്വർഗത്തിൽ പോകില്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വജബത് ലഹുൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. രാവിലെ മുതൽ 20 തവണ 20 പേരോട് സലാം പറഞ്ഞു. അന്ന് അയാൾ വെച്ചുപോയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സപ്പ് എടുക്കുക,
ഒരു മെമ്പേഴ്സ് അസ്സലാമു അലൈക്കും, ഒരു ഗ്രൂപ്പിൽ അസ്സലാമു അലൈക്കും 286 പേരുണ്ട്. സലാം പറയാം എങ്ങനെ പറ്റൂലേ? അള്ളാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞ ജമാഅത്തൻ ഔ ഫറാദ, നിങ്ങൾ ഗ്രൂപ്പില് വേണമെങ്കിൽ സലാം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സലാം പറഞ്ഞു. അള്ളാഹു ആഘോഷിപ്പിച്ചു കേട്ടോ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ ദിവസവും സലാമിനെ ചില ഗ്രൂപ്പുകൾ സലാം പറയാൻ നടക്കാൻ മാത്രമുണ്ട്. എന്തായാലും നടക്കട്ടെ, കുഴപ്പമില്ല. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ. വേറെ ഹദീസ് കാണാം, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഉഫിറ ലഹുമാ. രണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ കണ്ടുമുട്ടി, രണ്ട് പേര് കണ്ടുമുട്ടിയാല് പിന്നെ സുഖല്ലേ, അവിടെ എന്താണ് കാണാനില്ലല്ലോ, അങ്ങനെയല്ല ആദ്യം പറയേണ്ടത്. അസ്സലാമു അലൈക്കും ഷെയ്ഖ് ഹാൻഡ് ചെയ്യും. ആദ്യം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, രണ്ടുപേര് ഷെയ്ഖ് ഹാൻഡ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും മുസാഫഹത്ത് ചെയ്താൽ രണ്ടുപേരും വിട്ടുപിരിയുന്നതിന് മുമ്പ് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങൾ പൊറുക്കപ്പെടണ്ടേ, കുറ്റങ്ങൾ അള്ളാഹു മായ്ച്ചു കളയണ്ടേ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മായ്ച്ചു കളയാനുള്ള എളുപ്പ വഴിയാണിത്. കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്തേക്ക്. അള്ളാഹു അവർ രണ്ടുപേരും പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കൂടി ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അധികരിപ്പിക്കുകയാണ്.